അത് തന്നെ. എനിക്ക് ജാട എന്തുവാ എന്തോ പറയുന്നത്. നീ ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് ജാടയാണ് ഇപ്പൊ ഈ സിജിനെയും ഈ ഗൗരിയും പിന്നെ ചാരു. ചാരു മാത്രമേ പറയുള്ളൂ. പാവത്തിനെ കളിയാക്കാൻ തുടങ്ങി. ശരിയാ ശരിയാ, കളിയാക്കാൻ തുടങ്ങി. എന്നെ എങ്ങേയും പോവാ വിടാൻ മാട്ടേ ഹരി ബ്രോ. സത്യ അതന്നെയാ. നിർത്തി. പ്രശ്നം തീർന്നില്ല എന്നാണ് ചോദിച്ചത്. ആൻമറിയ ഹായ്. സ്ഥലം എവിടെയാണ് ആൻമറിയ? ഇവിടുന്ന് സൗണ്ട് കേട്ടത്. ആൻമറിയ ജിതിൻ ഹായ്. മുമ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ ആൻമറിയ ജിതിൻ. എനിക്ക് സ്ഥലം പറ. അധികം ഒന്നും നിന്നിട്ടില്ല തോന്നുന്നു. ആൻമറിയ സ്ഥലം എവിടെയാണ്? ആനമറിയ കപ്പലിലാണ്. കളിപ്പിലാണ്. എന്റെ വീട്ടിന്റെ റിലേഷൻ അതിനപ്പുറത്ത് തന്നെ. ഇപ്പൊ ഈ ഡയലോഗ് ആയിരുന്നു. നെയ്മർ അങ്ങനെ പറയില്ല, നിങ്ങൾ ഇത് അതിജീവിക്കുന്നല്ലേ പറഞ്ഞേ. അതെ അതെ, നെയ്മർ അതിജീവിക്കുന്ന പറഞ്ഞ സ്ഥിതിക്ക് നീ കുടിച്ചേ പറ്റത്തുള്ളൂ കഷായം. ആര്? നെയ്മർ. ആ ആൻമറിയ സ്ഥലം പറഞ്ഞില്ല. 15 മിനിറ്റ് ഇല്ല ഈ നേരത്തെ പോണം. നോക്ക്, ഇത് നോക്ക്, ടൈം നോക്ക്. അത് പിന്നെ 7:30 ആയി. 15 മിനിറ്റ് എനിക്ക് 2 hours ആവും. ഞാൻ പോകുന്നു, കുറച്ച് മൂഡ് ഓഫ് ആയി പോയി, നാളെ പാക്കലാം. എന്ത് പറ്റി മൂഡ് ഓഫ് ആവാൻ കാര്യം? മക്കളെ രാധികേശി തിരിച്ചെത്തിയിട്ടുണ്ട്. രാധികേശി സുഖമാണ് സുഖമാണ്. നീയല്ലേ ഭയം വേണ്ട, ജാഗ്രത മതി. ടൊവിനോയ്ക്ക് സുഖമാണ്. ഞാൻ എനിക്ക് സുഖം പറഞ്ഞൂടെ? രണ്ടരപ്പറകള്. ജാഗ്രത മതി. അതാണ് ജാഗ്രത മതി. നീ കമ്മ്യൂണിസ്റ്റാ? രാധിക ചേച്ചി പോയോ? ഞങ്ങൾ കൊക്കോളക്ക് എതിരാണ്. പിന്നെ മന്തി കഴിക്കുമ്പോഴത്തേക്കാ കൊക്കോള കുടിക്കുന്നത്. പിന്നെ പെപ്സിയും എന്തൊക്കെയോ നടക്കുന്നു. അത് തന്നെ, എന്തൊക്കെയോ നടക്കുന്നു. വിഷക്കാര ഒന്ന് പൊങ്ങി. ഫിഷ് ഫ്രൈ, ചിക്കൻ കറി, കപ്പ വേവിച്ചത് വേണം. കപ്പ വേവിച്ച് തിന്നാൻ തോന്നുന്നു സത്യമായിട്ട് തന്നെ. കപ്പ വേവിച്ച് തിന്നാ തോന്നുന്നു. സീരിയസ്ലി? നാളെ ഉണ്ടാക്കി തരണോ? ഉണ്ടാക്കിത്തോ, വീട്ടിൽ പോയിട്ടുണ്ടാക്കിയോ. കപ്പ വേവിച്ച് തിന്നാം. നാളെ ലൈവില് കപ്പ വേവിച്ച് കൊണ്ടുവരാം. ഇത് കാണണം കേട്ടാ, എന്റെ അടുത്താ. മറ്റേ സമാജത്തിന്റെ അപ്പുറത്ത് കപ്പ ഇരിപ്പുണ്ട്, മേടിച്ചോണ്ട് വന്നാ ഉണ്ടാക്കി തരും. അങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലേ, ഇപ്പൊ ഞാൻ മേടിച്ചോണ്ട് കൊടുക്കണമെന്ന്. പൈസ തരാം. ചേട്ടാ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, വീട്ടിൽ സംസാരം കേട്ടാണ്. എന്ത് ചിലപ്പോ അവരുടെ എന്തെങ്കിലും മാനസികാവസ്ഥയില്, ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ പെട്ടെന്ന് ചിലപ്പോ റിയാക്ട് ചെയ്തായിരിക്കും. അത് വിട് ചിലപ്പോ എല്ലാം ഓരോരോ മൂഡ് ചേഞ്ച് അല്ലേ ബ്രോ? ചിലപ്പോ പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നതായിരിക്കും പെട്ടെന്ന് വീട്ടിൽ. അല്ല, ഈ ലൈവില് വന്നതിന് ശേഷമാണ് എല്ലാവരും ടോവിനോ. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ, സത്യം പറയാല്ലേ. എനിക്ക് തോന്നിട്ടില്ല. ടോവിനോ ഏത് ലുക്കിലാണ്, ഏത് ആംഗിളിലാണ് നിങ്ങൾക്ക് ആ ടോവിനോ തോന്നിയത്? ദിലീപിനായിരുന്നു വന്നത്. ഏത് ലുക്കില്? ദിലീപ് പറയുന്നുണ്ട്. കറക്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നിഷാന്തന്റെ അമ്മയും ചേച്ചിയും കാണാം. അവരുടെ അടുത്ത് ആ പൂ പൊഴിച്ച് കളഞ്ഞു. ഇത് എവിടെ നിന്ന് കിട്ടിയ പൂ? ചേട്ടാ ഒന്നും തന്നെയല്ലേ എനിക്കും തോന്നിയില്ല. ഞങ്ങൾക്കും തോന്നിയില്ല. ഷോർട്സ് കാണാനേ കാണുന്നവർക്ക് ഡയറി മിൽക്ക്. ഷോർട്സ് കാണണേ, ഞാൻ കാണാം. എനിക്ക് ഡയറി മിൽക്ക് വാങ്ങാനുള്ള പൈസയും കൂടി. ഇന്ന് നമുക്ക് ലൈവില് വന്നിട്ട് 10K ഫാമിലി ആയതിൻ്റെത് സുജിനെ ചേച്ചി നമുക്കൊരു 100 രൂപ ജിപേ ചെയ്ത് തന്നിട്ടുണ്ട്. സന്തോഷം സന്തോഷം സന്തോഷം. അതുകൊണ്ട് സന്തോഷം 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 സന്തോഷം. കൊറിയർ അയച്ചു തരുമല്ലേ അണ്ണ? അതെന്തിരി കൊറിയർ അയച്ചിരുന്ന? ഡയറി മിൽക്കാണോ? ഞാൻ മറ്റേ നമ്മുടെ ആരാണ്, നമ്മുടെ ഗൗരിയുടെ കുറച്ച് ദിവസമായിട്ട്